ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് നല്ലൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. പിന്നെ കൂടെ കന്ന ബെല്ലൈക്കുള്ള ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് ഈ കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ചില ഐറ്റംസ് ഒക്കെ ഒന്ന് ഇടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ നമുക്കൊരു ഇടികല്ല് ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കണേ, ഒന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇത് ചതച്ച് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇതാണ് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് ചതച്ചെടുക്കാം. ഈ പരുവം വരേക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും അതേ ഇടികല്ലിലോട്ട് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്പം വലുതാണ് കേട്ടോ. ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ പരുവം പോലെ ഒന്ന് ചതച്ചെടുക്കാവേ. ഇത് നമുക്ക് ആ ഇടികല്ലിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ ഇടികല്ലിൽ തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഞാനൊരു 10-20ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി അല്പം വലുതാണെങ്കിൽ ഒരു 10-15 മതിയാവും. ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 20 എടുത്തത്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഇതും ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതും അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമല്ലോ, അതുവരെയും നന്നായിട്ട് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് ആയി കിട്ടുവേ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കളറൊന്ന് മാറി വരുന്നവരെയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തുന്നവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഒന്ന് ആയിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ചെമ്മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ആ ഉള്ളിയുടെ മിക്സിലിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കണേ. ഞാൻ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അതായത് വറ്റൽമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫൈനായിട്ട് അങ്ങ് ചതച്ചെടുത്തിട്ടൊന്നുമില്ല, അല്പം വലിയ പീസായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, കാര്യം ഈ ചെമ്മീനകത്ത് നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുവേ. ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനകത്ത് നിന്ന് അധികം വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല, കുറച്ച് മാത്രമേ ഇറങ്ങി വന്നിട്ടുള്ളൂ. ആ വെള്ളം വറ്റുകയും ചെയ്തു കേട്ടോ. ചെമ്മീനൊന്നും പൂർണ്ണമായിട്ട് വെന്തിട്ടില്ല, ഒരു പകുതി ഭാഗമേ വെന്തിട്ടുള്ളൂ. ഇനി ഈ സമയം ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞു തക്കാളി അതും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് എടുത്ത് കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ചെമ്മീനെടുത്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം തേങ്ങാക്കൊത്ത് കഴിക്കാനാട്ടോ. അതാണ് ഞാൻ ചേർത്തത്. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം.
അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പിലും താഴെയായിട്ട് വെള്ളം ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതുവരെ ഉള്ളിൻ്റെ വേവ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാണ്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കാം. ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചെമ്മീനൊക്കെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുവരെയും ചെമ്മീൻ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.